അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചാബ് ഒഡീഷ്യ FC മത്സരത്തിൽ പഞ്ചാബ് പരാജയപ്പെട്ടതോടൊക്കെ 30 പോയിന്റുമായി 5ാം സ്ഥാനത്തിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫിക്കേഷൻ സ്പോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ FC ആണ് നേരിടാനായിട്ട് പോകുന്നത്. ആൻഡ് ഇത് ഈ സീസണിലെ അവസാന ഹോം മത്സരമാണ് കളിക്കാനായിട്ട് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിന് ശേഷം വീണ്ടും 2 എവേ മത്സരങ്ങളാണ് നോർത്ത് ഈസ്റ്റുമായിട്ടും അതുപോലെ തന്നെ ഹൈദരാബാദുമായിട്ടുമാണ് അവസാന 2 എവേ മത്സരങ്ങൾ. ഈ മത്സരങ്ങളിലെല്ലാം തോൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു ക്വാളിഫിക്കേഷൻ സ്പോട്ട് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹോം മത്സരത്തിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഹോം മത്സരങ്ങളിൽ തന്നെയാണ്. അവസാനമായി കളിച്ചത് ഹോം മത്സരം എന്ന് പറയുന്നത് നമ്മളുടെ മോഹൻ ബഗാനുമായിട്ടായിരുന്നു. അതിലൊരു ഗോൾ മഴ തന്നെയായിരുന്നു. 4-2 എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. പക്ഷെ ആ ഒരു ഗെയിം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോം മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ സീസൺ ഉടനീളം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എവേ മത്സരങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സ് പുവർ പെർഫോമൻസ് നടത്തി വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി ആവുന്നതും. എന്നാലും ഈ ഒരു മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ 20K സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴാണ് കൂടുതൽ വീഡിയോസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ആവട്ടെ കഴിഞ്ഞ സൂപ്പർ കപ്പിലെല്ലാം വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് അവർ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ കപ്പൊക്കെ കഴിഞ്ഞ് ഡിസംബറിന് ശേഷം വന്നതിന് ശേഷം ISLൽ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് 11ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇനി ക്വാളിഫിക്കേഷൻ സ്പോട്ടൊന്നും അവർക്ക് അത്ര കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവർ ഓൾ ഓൺ അറ്റാക്കിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കീ പ്ലെയർ ആയിട്ടുള്ള നന്ദകുമാർ ശേഖറിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സൂചന തന്നെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു താരങ്ങളുണ്ട് അവിടെ, നൊയോറം സിംഗ്, അതുപോലെ തന്നെ ക്ലീറ്റൻ സിൽവ, അതുപോലെ വിക്ടർ എന്ന് പറയുന്ന മറ്റു താരങ്ങളെല്ലാം അവിടെ വളരെ ഡേഞ്ചറസ് ആണ്. അവരുടെ മിഡ്ഫീൽഡാണ് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ളത്. ക്ലീറ്റൻ സിൽവ നല്ലൊരു ഫിനിഷറാണ്. അതുപോലെ തന്നെ ഫ്രീ കിക്കുകളെല്ലാം കിട്ടിക്കഴിഞ്ഞ് സെറ്റ് പീസുകളെല്ലാം അനുവദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് ക്ലീറ്റൻ സിൽവ. അപ്പോൾ ഇവരെ തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ 2 വിങ്ങുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടത് ഈ ഒരു മത്സരത്തിൽ. ഇനി ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഫൈറ്റിംഗ് സ്പിരിറ്റ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന അവസാന നിമിഷങ്ങളിൽ വരുത്തുന്ന ചെറിയ പാളിച്ചകൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടതാണ്. ഇനി ലൈനപ്പിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ അതേ ഒരു ഡിഫൻസ് ലൈന് തന്നെയാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയി തോന്നിയത്. ലെസ്കോവിച്ചും അതുപോലെ തന്നെ മിലോസും നല്ല രീതിയിൽ ഡിഫൻസിനെ ഒന്ന് ഒരുമിച്ച് നിർത്തുന്നുണ്ട്. മിഡ്ഫീൽഡ് ആവട്ടെ ഡാനിഷ് ഫാറൂഖും അതുപോലെ തന്നെ വിപിൻ മോഹനും പെർഫെക്റ്റ് ആണ്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് അറ്റാക്കിംഗ് റോള് രണ്ടും നല്ല രീതിയിൽ ഈ 2 താരങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡൈസുക്കിയെ ഈ ഒരു മത്സരത്തിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം അറ്റാക്കിങ്ങിലേക്ക് ദിമിക്ക് ഒപ്പം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിൽ ഡൈസുക്കി വന്നു കഴിഞ്ഞ് റൈറ്റിൽ രാഹുലും ആണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫെദോറിനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇറക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ 33 പോയിന്റിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കയറും. 33 പോയിന്റ് എങ്കിൽ പോലും തീർച്ചയായിട്ടും 5ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് നിൽക്കുക. എന്തായാലും അതിനെല്ലാം ഉപരി ബ്ലാസ്റ്റേഴ്സ് അടുത്ത 2 മത്സരങ്ങൾ കൂടി വിജയിച്ച് മേലെ തട്ടിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ് ഈ ഒരു മത്സരം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവസാന ഹോം മത്സരമാണ്. കാണികൾക്കെല്ലാം നല്ലൊരു ഗെയിം കാഴ്ചവെച്ചുകൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങാനുള്ള ഒരു അവസരമാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മുന്നേറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോ പോയി അതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.